എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ബൊറൂട്ടോ അവനാണെങ്കില് ആ ഒരു ബ്ലാക്ക് മോൺസ്റ്ററിന്റെ ചിത്രം അത് കറക്റ്റ് ആയിട്ട് വരച്ച് ഷിക്കഡയ്ക്ക് കാണിച്ചു കൊടുക്കും. ഉടനെ ഷിക്കഡ പറയും, ഈ ഒരു ഫോട്ടോ കണ്ടാലൊന്നും എനിക്കൊന്നും മനസ്സിലാവില്ല. മാത്രമല്ല ആ ഒരു മോൺസ്റ്ററിനെ അതിന് നിന്നെ കൊണ്ട് മാത്രമേ കാണാനായിട്ട് കഴിയൂ. ബൊറൂട്ടോ പറയും, ഇതിന് ഭയങ്കര പവറാണ്, മറ്റുള്ളവരുടെ മൈൻഡ് ഈസി ആയിട്ട് ഇത് കൺട്രോൾ ചെയ്തെടുക്കും. എത്രയും പെട്ടെന്ന് ഇതിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് സാറട, ചോച്ചോ, ആ ക്ലാസ് റെപ്പ് പെണ്ണ് അവര് 3 പേരും അങ്ങനെ ഹായായിട്ട് നടന്നു വരികയാണ്. സാറട പറയും, ബൊറൂട്ടോ അവൻ ഭയങ്കര ഓവറാണ്, അവൻ കാരണം എപ്പോഴും നമുക്കെല്ലാം ഓരോ കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ 3 പേരും എന്തൊക്കെയോ സംസാരിച്ച് ഹായായിട്ട് മുൻപോട്ട് നടക്കും. അപ്പോഴായിരിക്കും ആരോ ഒരാള് അവരെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നവർക്ക് മനസ്സിലാവുക. ആദ്യം സാറട തിരിഞ്ഞു നോക്കും, പക്ഷെ അവിടെ എവിടെയും ആരും ഉണ്ടാവില്ല. അവർ വീണ്ടും അല്പദൂരം കൂടെ മുൻപോട്ട് നടക്കുമ്പോൾ അവർക്ക് 3 പേർക്കും മനസ്സിലാവും അവരുടെ തൊട്ടു പുറകില് ആരോ ഉണ്ടെന്ന്. അവര് ടെൻഷനായി ഇപ്പൊ കത്തിയൊക്കെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. പക്ഷെ ഞൊടിയിടയില് അവനെ കാണാതാവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ പെമ്പിള്ളാരും ചെക്കന്മാരും എല്ലാവരും ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. സാറുടെ ബാക്കിയുള്ള ഗേൾസിനോട് പറയും, ആരോ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് ചോച്ചോ പറയും, ആക്ച്വലി അവൻ നിങ്ങളെയല്ല എന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എന്റെ ഈ സൗന്ദര്യം അതിന് മയങ്ങി ഏതോ ഒരുത്തൻ എന്നെ ഫോളോ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും അവനെ ഞാൻ ക്യാച്ച് ചെയ്യും. അത് കേട്ട് സാറട ഇവൾ ഇങ്ങനെ ഒരു മണ്ടിയാണല്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ 3 പെമ്പിള്ളേരും അവരിപ്പോ സൂപ്പർ മാർക്കറ്റിലേക്ക് വരും. ചോച്ചോ പറയും, എന്റെ ഫേവറേറ്റ് സ്നാക്ക് അത് തീർന്നുപോയി, ഇന്ന് ഉറപ്പായിട്ടും പുതിയൊരു ഫ്ലേവർ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് അവള് പച്ച കളറിലുള്ള ഒരു പാക്കറ്റ് വാങ്ങിക്കും. എന്നിട്ട് അത് ആസ്വദിച്ച് കഴിച്ച് പുറത്തേക്ക് നടന്നു വരികയാണ്. അവക്കാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. ചോച്ചോ പറയും, ആക്ച്വലി ഈ ഒരു ഫ്ലേവർ ആർക്കും വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ശരിക്കും ഇത് കഴിക്കാത്തവര് മണ്ടന്മാരാണ്. കാരണം ഇതിന്റെ ഫ്ലേവർ അത് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ അവർ ക്യാഷ്വലായി എന്തൊക്കെയോ സംസാരിച്ച് മുൻപോട്ട് പോകുമ്പോ വീണ്ടും അവരെ മുൻപ് ഫോളോ ചെയ്ത ആ ഒരാൾ അവനിപ്പോഴും അവരെ ഫോളോ ചെയ്യാണ്. ഇത്തവണ ചോച്ചോ അവളവനെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് കാമോഫ്ലൈം ചിപ്സു അതുപയോഗിച്ച് കായ് ചുരുട്ടി ഒരൊറ്റ ഇടി. അവിടെ ഉണ്ടായിരുന്ന ഒരു കോഫി വെൻഡിങ് മെഷീൻ ചേർത്തായിരിക്കും അവൾ ഇടിക്കുക. ആ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ബൊറോട്ടോ കുട്ടപ്പനും ബാക്കിയുള്ള ടീംസും അവരിപ്പോ അവിടേക്ക് പാഞ്ഞെത്തും. ഇവിടെ ചോച്ചോ ആണെങ്കിൽ അവനെ വിടില്ല, അവനെ തല്ലി അങ്ങനെ താഴെയിടും. ബൊറോട്ടോ ടെൻഷനായി, ചോച്ചോ എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് ചോച്ചോ പറയും, ഇവൻ ഒരുപാട് ദിവസമായി ഞങ്ങളെ ഫോളോ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യാണ്. അപ്പോഴായിരിക്കും അവൻ പതിയെ തല ഉയർത്തുക. അവന്റെ ഫേസ് കണ്ട് ഇപ്പൊ ചോച്ചോ അവള് വണ്ടടിക്കും. ചോച്ചോ പറയും, ഇതാ മാഗ്രോ അല്ലേ, ഇവൻ നമ്മുടെ അടുത്ത ക്ലാസ്സിലുള്ള സ്റ്റുഡന്റ് ആണ്. ചോച്ചോയ്ക്കാണെങ്കിൽ അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടാവും. ഇവൻ കുറച്ച് ഗ്ലാമർ ആണെന്ന് പറഞ്ഞ് അവള് പ്രണയ പരവശയായി അവനെ നോക്കി നിൽക്കും. അതേസമയം ഷിക്കട അവൻ ബറൂട്ടോട് ചോദിക്കും, ബറൂട്ടോ അവനെ ചെക്ക് ചെയ്യ്, അവന്റെ ബോഡിയിൽ ആ ഒരു മോൺസ്റ്റർ പവർ അതുണ്ടോ നോക്ക്. ഉടനെ ബൊറൂട്ടോ അവനെ കാര്യമായിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം അവനോട് ചോദിക്കും, നീ എന്തിനാ ചോച്ചോയെ ഫോളോ ചെയ്തേ? അതിനവൻ പറയും, ഞാൻ ചോച്ചോയല്ല, നിങ്ങളുടെ ക്ലാസ് റെപ്പ് അവളെയാണ് ഫോളോ ചെയ്തത്. അത് കേട്ട് ചോച്ചോ അവൾ അത്ര നേരം കണ്ടുകൊണ്ടിരുന്ന ആ വലിയ സ്വപ്നം അത് മുഴുവനായിട്ടും തകർന്നു പോവും. ഉടനെ ഷിക്കടോ, നീ എന്തിനാ അവളെ ഫോളോ ചെയ്യുന്നേ? അതിന്റെ കാര്യം അതെന്താണെന്ന് പറ. അതിനവൻ പറയും, എനിക്ക് അവളോട് സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ എങ്ങനെ അവൾ അപ്രോച്ച് ചെയ്യും, എങ്ങനെ സംസാരിക്കും എന്നൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവര് കാണുമ്പോ ഒഴിഞ്ഞു മാറി നടന്നതെന്ന് പറഞ്ഞ് അവൻ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കും. അത് കണ്ട ബൊറൂട്ടോ അവനെ പിടിച്ചു വലിച്ച്, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ അവളോട് ഡയറക്റ്റ് പറ. ഉടനെ വേറെ വഴിയില്ലാതെ അവനിപ്പോ അവളുടെ അടുത്തേക്ക് വരും. അവൻ പറയും, എനിക്ക് ഒരുപാട് നാളായി നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇതെങ്ങനെ നിന്നോട് പറയണം എന്നെനിക്കറിയില്ല, അതുകൊണ്ടാണ് നിന്നെ ഫോളോ ചെയ്തത്. ഇനിയെങ്കിലും എന്റെ സ്നേഹം നീ മനസ്സിലാക്കണം, എന്നോടൊപ്പം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞ് അവനിപ്പോ അവളുടെ കൈ പിടിക്കാൻ ശ്രമിക്കും. അയ്യോ ഇല്ല, എനിക്ക് നിന്നോട് അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നുമില്ല, ഞാൻ എവിടേക്കും വരില്ല. ഉടനെ അവൻ ഒരുപാട് വിഷമത്തില് തല കുനിച്ചു നിൽക്കും. ഞാനിനി ആരുടെയും മുഖത്ത് നോക്കില്ല, ഇത്രയും വലിയൊരു അപമാനം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ ഒരുപാട് സാഡായി അങ്ങനെ തല കുനിച്ചു നിൽക്കും. അത് കണ്ട് നമ്മുടെ ചോച്ചോ, ഇത് കഴിച്ചാ നിന്റെ വിഷമം അത് പമ്പ കിടക്കുമെന്ന് പറഞ്ഞ് ആ ചിപ്സ് കൊടുക്കും. ഉടനെ അവൻ ഫുൾ കലിപ്പില് ആ ചിപ്സ് തട്ടിത്തെറിപ്പിച്ച് അവിടുന്ന് ഉഷാറായിട്ട് ഓടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സ്റ്റുഡൻസ് എല്ലാവരും വീണ്ടും ക്ലാസ്സിലേക്ക് വരും. ഇത്തവണ ഷിനോ മാസ്റ്റർ ഹൊക്കാഗകളുടെ ഫോട്ടോ അത് വരയ്ക്കാനായിരിക്കും അവർക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ വർക്ക്.
പക്ഷെ അപ്പോഴായിരിക്കും എല്ലാവരും ബോർഡിൽ ഒരു കാര്യം കാണാം. സുമരി, ഞാൻ നിന്നെ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഷിനോ മാസ്റ്റർ ആണെങ്കിൽ അത് കാര്യാക്കില്ല. ആള് ബോർഡ് വൈപ്പ് ചെയ്ത് വീണ്ടും അവരോട് ആ ഡ്രോയിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. ക്ലാസ് കഴിഞ്ഞ് അവർ പുറത്തേക്ക് വരും. ചോച്ചോ പറയും, ഇതവൻ തന്നെയാണ്, അവൻ മാത്രമേ ഇങ്ങനെ എഴുതൂ. അതവള് പറഞ്ഞ് നാവെടുക്കുമ്പോഴേക്കും ഒരുപാട് പേപ്പറുകൾ താഴേക്ക് വീഴാണ്. അതിൽ മുഴുവൻ സുമരയെക്കുറിച്ചായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ക്ലാസ് റെപ്പ് സുമരെ, അവളാണെങ്കിൽ അത് മുഴുവൻ കണ്ട് ഷോക്കാവും. ഉടനെ ഗേൾസ് ടീം അവരിപ്പോ അവനെ അന്വേഷിച്ച് അവന്റെ ക്ലാസ്സിലേക്ക് പോവും. അതിന്റെ തൊട്ടു പിന്നാലെ ബൊറൂട്ടോയും ടീമും. ഗേൾസ് ഒരു പ്രത്യേക സ്ഥലം ക്രോസ് ചെയ്യുമ്പോഴേക്കും ഒരു ഷട്ടർ വന്ന് ബോയ്സിനെയും ഗേൾസിനെയും സെപ്പറേറ്റ് ചെയ്ത് താഴേക്ക് വീണ് ലോക്കാവും. ബൊറൂട്ടോ ആണെങ്കിൽ ആ ഷട്ടർ അത് തല്ലി പൊളിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് അനങ്ങില്ല. ഇവിടെ നമ്മുടെ പെമ്പിള്ളേര് അവരകത്തുകൂടെ ഓടും. അവിടെ ഒരുപാട് നിഞ്ച ടൂൾസ് ഒക്കെ കണ്ട് അവർ ഷോക്കാവും. ഉടനെ ക്ലാസ് റെപ്പിന്റെ പിന്നാലെ നടന്ന ആ പയ്യൻ അവൻ അവിടേക്ക് വന്ന് സ്മോക്ക് ബോംബ് അത് ക്ലാസ് റെപ്പ് പെണ്ണിന്റെ തൊട്ടടുത്തിട്ട് പൊട്ടിക്കും. അവൾ പേടിച്ച് വരച്ച് ഫോഗ് ശ്വസിക്കാൻ കഴിയാതെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങും. 10 സെക്കൻഡ് അവൻ ആ ഡോർ ക്ലോസ് ചെയ്ത് അവളുടെ അടുത്തേക്ക് പോകാൻ നോക്കും. ആസിറപ്പിനെ കണ്ട് നമ്മുടെ ഡെങ്കി അവൻ ഓടി വന്ന് എന്തുപറ്റി എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ കൈ ചുരുട്ടി ഡെങ്കിയെ ആഞ്ഞെട്ടിക്കും. ആ ഒരു ഇടിയില് ഡെങ്കി ബോധം കെട്ട് അങ്ങനെ വീണ് കിടക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ചോച്ചോയും സാറടയും അവർ രണ്ടുപേരും ഡോർ തുറന്ന് ഓടി വരും. മറ്റൊരു ഭാഗത്തൂടെ ബൊറൂട്ടോയും ടീമും ഓടി വന്ന് ഇപ്പൊ ഡെങ്കിയെ താങ്ങിയെടുക്കും. ബൊറൂട്ടോ ടെൻഷനായി ഇപ്പൊ ചോച്ചോട് ചോദിക്കും, ക്ലാസ് റെപ്പ് അവളെവിടെ? അത് കേട്ട് ചോച്ചോ, ഇല്ല, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോ അവളിവിടെ കാണാനുണ്ടായില്ല. ഉടനെ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ടെറസ് കാണിക്കും. അവിടെയാണെങ്കിൽ അവൻ ഇപ്പൊ ക്ലാസ് റെപ്പിനെ തൂക്കിയെടുത്ത് ഒരു മൂലയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അവനാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് അവളെ നിർബന്ധിക്കാൻ തുടങ്ങും. ഉടനെ ബൊറൂട്ടോയും ടീമും അവരിപ്പോ അവിടേക്ക് വരും. ബൊറൂട്ടോ ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ എന്തിനാ ഇവളെ ഇവിടേക്ക് പിടിച്ചോണ്ട് വന്നത്? അതിനവൻ, ഇത് ഞങ്ങളുടെ സമയമാണ്, ഇവിടേക്ക് ആരും ഇന്റർഫിയർ ചെയ്യാൻ വരാൻ പാടില്ല. ഉടനെ ബൊറൂട്ടോയ്ക്ക് അവന്റെ കണ്ണ് അത് എനേബിൾ ആവും. മാത്രമല്ല ബൊറൂട്ടോ ടെൻഷനായിട്ട്, ഷിക്കടാ, ഇവന്റെ ബോഡിയിലും ആ സോൾ ഉണ്ട്, എനിക്കതിനെ കറക്റ്റായിട്ട് കാണാം. കഴിഞ്ഞ ദിവസം ഞാനത് ഇവന്റെ ബോഡിയിൽ കണ്ടില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് അത് കറക്റ്റായിട്ട് കാണാനും സെൻസ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഇവിടെ ചോച്ചോ ആണെങ്കിൽ അവനെ ഇടിക്കാൻ റെഡിയാവും. ഉടനെ അവൻ ഒരുപാട് കത്തി അവൾക്ക് നേരെ വലിച്ചെറിയും. സാറയുടെ ഷോക്കായി ഇപ്പൊ ചോച്ചോയെ പിടിച്ചു വലിച്ച് ജസ്റ്റ് മിസ്സിന് അവളെ രക്ഷപ്പെടുത്തും. ആ മാഗീരെ പയ്യൻ അവനാണെങ്കിൽ ഒരു സൈക്കോയെ പോലെ അലറാൻ തുടങ്ങും. ബൊറൂട്ടോ ആണെങ്കിൽ അവനോട് വീണ്ടും വീണ്ടും അവളെ വിടാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അവനാണെങ്കിൽ അതിന് തയ്യാറാവില്ല. അവനാണെങ്കിൽ അടുത്ത സെക്കൻഡ് ഇൻവിസിബിൾ ആവും. അതിനുശേഷം കത്തിയെടുത്ത് നമ്മുടെ ആൾക്കാർക്ക് നേരെ അറഞ്ചം പുറഞ്ചം വലിച്ചെറിയാണ്. ആ ക്ലാസ് റെപ്പ് അവൾക്ക് മാത്രം അവനെ കാണാൻ കഴിയും. ചോച്ചോ നിലവിളിച്ച് പറയും, മര്യാദയ്ക്ക് നീ വിസിബിൾ ആവ്, ഞങ്ങളുടെ ക്ലാസ് റെപ്പാണ് അവള്, ഒരു കാരണവശാലും അവളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പക്ഷെ അവനാണെങ്കിൽ ബൊറൂട്ടോയെയും ഷിക്കഡോയെയും മാത്രം എയിം ചെയ്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചോച്ചോ ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അവളാണെങ്കിൽ അവളുടെ സ്നാക്സ് പാക്കറ്റ് അത് ഉയർത്തി കാണിക്കും. നിനക്കറിയോ, ഈ സ്നാക്സിന് പോലും ധൈര്യമുണ്ട്. അവസാനമായിട്ട് ഈ സ്നാക്കിനെ ഞാൻ എടുക്കുന്ന സമയം പോലും അതെനിക്ക് വിസിബിൾ ആയിരുന്നു. പക്ഷെ നീ ഒറിജിനൽ അല്ല, നീ ഫേക്കാണ്. അതുകൊണ്ടാണ് നീ ഒളിഞ്ഞിരുന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. നീ ഇതുപോലെ മറഞ്ഞു നിൽക്കാൻ തുടങ്ങിയ ജീവിതകാലം മുഴുവൻ നീ മറഞ്ഞു തന്നെ ജീവിക്കും. നിനക്കൊരിക്കലും നിന്റെ ഫീലിങ്സ് അത് മറ്റുള്ളവരുടെ മുൻപിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു വലിയ ഫെയിലിയറായി നീ നിന്റെ ലൈഫിൽ തീർന്നു പോകും. അത് കേട്ട് അവനിപ്പോ സാഡ് ആവും. ഉടനെ അവൻ ആ ജിപ്സ് ബ്രേക്ക് ചെയ്ത് ഇപ്പൊ വിസിബിൾ ആവും. ചോച്ചോ ആണെങ്കിൽ അവളുടെ കയ്യിലുള്ള സ്നാക്സ് അത് അവൻ എടുത്തു കൊടുക്കും. ആ സ്നാക്സ് കഴിക്കുമ്പോ അവനത് ഒരുപാട് ഇഷ്ടാവും. അവൻ പറയും, ഈ തട്ടിപ്പൊളിയാണ്, ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചോച്ചോ പറയും, ഇതുപോലെ തന്നെയാണ് ലൈഫും, നമ്മളൊന്നും വളഞ്ഞ വഴിയിലൂടെ നേടാൻ ശ്രമിക്കരുത്. നിന്നെ കാണാനും നല്ല സുന്ദരൻ തന്നെയാണ്, ഉറപ്പായിട്ടും നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. അത് കേട്ട് അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവൻ പൊട്ടിക്കരയും. ഉടനെ അവന്റെ ബോഡിയിലുള്ള ആ ഡാർക്ക് പവർ അത് പതിയെ ഇപ്പൊ മുകളിലേക്ക് പോകാനായിട്ട് ആരംഭിക്കും. അവൻ പതിയെ എഴുന്നേറ്റ് ഇപ്പൊ ക്ലാസ് റെപ്പിനോട് മാപ്പ് പറയും. അടുത്ത സെക്കൻഡ് അവൻ ബോധം കെട്ട് താഴെ വീഴും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് ടെൻഷനാവും. ഉടനെ എല്ലാവരും ചേർന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷിക്കഡ, മിറ്റ്സുഗി, ബൊറൂട്ടോ അവർ 3 പേരും ആ ഒരു ഈവിൾ പവർ അതിനെക്കുറിച്ചായിരിക്കും ഇപ്പൊ ഡിസ്കസ് ചെയ്യുക. ബൊറൂട്ടോ വീണ്ടും ആ ഒരു മോൺസ്റ്ററിന്റെ ഫോട്ടോ അവർക്ക് വരച്ച് കാണിച്ചു കൊടുക്കും. കട്ട് ചെയ്താ ഇവിടെ ഷിക്കമരു ആണെങ്കിൽ ആ ഒരു മോൺസ്റ്റർ പവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്
നറൂട്ടോയ്ക്ക് കൊടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്താ ഇപ്പൊ മിത്സുകി അവൻ വീണ്ടും നൈറ്റ് ഒറ്റയ്ക്കിരിക്കുകയാണ്. മിത്സുകി പറയും ബൊറൂട്ടോ അവനെ കൊണ്ട് മാത്രമേ ആ ഒരു മോൺസ്റ്ററിനെ കാണാൻ കഴിയുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും മറ്റുള്ളവർക്ക് ആർക്കും അത് കാണാൻ കഴിയാത്തത് എന്നവൻ ആലോചിച്ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്മീ വിത്ത് മല്ലു എപ്പിസോഡ്.